ഹായ്. അതെന്താ ഞാനൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാഞ്ഞത്? സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ? മറ്റുള്ളവർ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആഹായും, ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഓഹോയും ആയിപ്പോയി. എന്താ, സാരമില്ല. അതെ, എന്ത് ചെറിയ അനുഭവമാണെങ്കിലും അത് അതിൽ കൂടെ കടന്നു പോകുന്നവർക്കാണ് അത് അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു സ്റ്റോറി ആവും. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് അത് അനുഭവമായി ഫീൽ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് സംസാരിച്ചിരിക്കാം. എന്ത് പറയണം ഞാൻ പറഞ്ഞല്ലോ. എന്താ പറയുക, ഒരു കുക്കിംഗ് വ്ളോഗോ ഒരു ട്രാവൽ വ്ളോഗോ ഒരു മേക്കപ്പ് വ്ളോഗോ ഒന്നും ചെയ്യാനായിട്ട് ഇതൊന്നുമല്ല എൻ്റെ പ്രൊഫഷൻ. എൻ്റെ പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന സ്റ്റോറിയല്ലേ പറയാൻ പറ്റൂ. അത് ചിലർ മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമായി തോന്നാം. പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് വലിയതാണ്. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷമാണെങ്കിൽ അത് വലുതല്ലേ. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്കൊരു സന്തോഷമായാലോ. ഹാഫറൽ ബത്തീനിൽ സേഫായി വന്നെത്തിയ ഞാൻ അവിടുത്തെ മലയാളി ഡ്രൈവറെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷത്തിൽ ഞാനിന്ന് കരയുകയും ചെയ്തു. ആദ്യമായിട്ട് കുറേ നേരത്തിന് ശേഷം മലയാളം കേട്ടിട്ടായിരിക്കും ഞാൻ കുറേ കരഞ്ഞു. എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മലയാളം കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇപ്പോഴേ കരയണ്ട, അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ മലയാളം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എന്നെ സേഫായിട്ട് എൻ്റെ കഫീൻ്റെ മുന്നിൽ എത്തിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് കാര്യം ചോദിച്ചു. നൊയമ്പ് കാലമാണല്ലോ. പുള്ളിക്കാരനോട് ചോദിച്ചു, രേവതി ഫാസ്റ്റിംഗ് ആണോ? ചെന്നപ്പോഴേ ചോദിച്ചേ. തലേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ സ്റ്റാർട്ടഡ് ചെയ്താണ് എൻ്റെ ജേർണി. അപ്പം ഇപ്പോൾ ഏകദേശം 4-5 മണിയായി പിറ്റേന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഫാസ്റ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും പറയേണ്ടത്? അപ്പോൾ ഓൾറെഡി നൊയമ്പ് കാലമാണെന്ന് ഓൾറെഡി നമുക്കറിയാലോ. അപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് അല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരടുത്ത് കാണിക്കുന്ന ഒരു മര്യാദകേടാവുമോ? ഞാൻ ഫാസ്റ്റിംഗ് അല്ലല്ലോ, അവർ ഫാസ്റ്റിംഗ് അല്ലേ, അപ്പം ഞാൻ ഫാസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മര്യാദയുടെ ആവുമെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാർ, ഞാൻ ഫാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കേട്ടോ. കള്ളമാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തോളം ആയില്ലേ ഒന്നും കഴിക്കാഞ്ഞിട്ട്. വെള്ളം മാത്രം കുടിച്ചായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രേവതി ഇന്ന് ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട കേട്ടോ, സാരമില്ല, ഇന്ന് ഇവിടുന്ന് ഫുഡ് തരാം, ഇന്ന് ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നോളാൻ പറഞ്ഞു. പുള്ളിക്കാരന് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഫാസ്റ്റിംഗ് ഒന്നും അല്ല, അത് അവിടുത്തെ നൊയമ്പ് കാലം ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. ആ അനുഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നല്ല പച്ചയായ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെത്, ഡോക്ടർ നൂർ മുഹമ്മദ് ഖാൻ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ആദ്യത്തെ കഫീലാണ്. ആദ്യമായിട്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ കർമ്മഭൂമിയിൽ നിന്ന് എനിക്ക് സാലറി തന്നൊരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ അദ്ദേഹത്തെ സ്മരിക്കാതെ എനിക്ക് പറ്റത്തില്ല. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു കേട്ടോ. ഇനിയും എന്തെങ്കിലുമൊക്കെ അനുഭവമായിട്ട് ഞാൻ വരാം കേട്ടോ. ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടാവണം. ഓക്കെ, ബൈ.